ഞാനൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉമ്മായുടെയും വാപ്പായുടെയും സ്വപ്നമായ വീട് എനിക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ ആഗ്രഹമുണ്ടെന്നും അതിന് ഏകദേശം ഒരു 400 ഫോട്ടോക്ക് ഓർഡർ കിട്ടിയാൽ ആ ഒരു സ്വപ്നം സാധിക്കുമെന്നുമായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് ആദ്യത്തെ ഓർഡർ തരുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി ചേട്ടനാണ്. അല്ല എന്നുവെച്ചാൽ ഞാൻ വാങ്ങുന്ന പണം അമിത്ഷായ്ക്ക് കൊടുത്തേക്കാം. കൊടുത്താൽ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ട് ഒരെണ്ണം നട്ടയ്ക്കും കൊടുക്കും, ഒന്ന് അമിത്ഷായ്ക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഒരുപാട് ദിവസങ്ങളായി ജസ്ന സലീമിൻ്റെ ഒരു ചർച്ചയും വിവാദങ്ങളും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഈ ജസ്ന എന്നുള്ള ഈ പെൺകുട്ടി, ഈ സ്ത്രീ ഉണ്ടല്ലോ, എവിടെ പോയാലും സുരേഷ് ഗോപി, നമ്മുടെ പുതിയ എം പി സുരേഷ് ഗോപി എവിടെയാണ് വരുന്നത് അവിടെ പോയി എത്തും. അതാണ് ഇവിടെ എനിക്ക് ഞാൻ കാണിച്ചത്. ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, സുരേഷ് ഗോപി വിജയിച്ചത് വളരെ സന്തോഷമായി, എൻ്റെ ജ്യേഷ്ഠൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ജസ്ന എന്നുള്ള പെൺകുട്ടി ആരാണെന്ന് ചോദിച്ചാൽ അത് സുരേഷ് ഗോപിയുടെ ഒരു എളാമൻ്റെ മകളായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെ പോയാലും സുരേഷ് ഗോപിയുടെ അടുത്താണ് എത്തുന്നത്. സുരേഷ് ഗോപി ആരാണെന്ന് എനിക്കറിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്. അതുപോലെയുള്ള ഈ സ്ത്രീകളെല്ലാം അതിൻ്റെ ഇടയിൽ പോയി എന്തിന് വേണം ചെയ്യാൻ. ഈ ഒരു സ്ത്രീ ഉണ്ടല്ലോ, കണ്ണനെ വരച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീയുടെ ഒരു വരുമാന മാർഗം അതാണ്. അത് ഈ സ്ത്രീയുടെ ഭർത്താവാണ് കാണിച്ചു കൊടുത്തതെന്നാണ് ആ സ്ത്രീ പറയുന്നത്. സലീമാണ് എനിക്ക് കണ്ണനെ കാണിച്ചു തന്നത്, എനിക്ക് അറിയില്ലായിരുന്നു കണ്ണനെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്ത്രീയുടെ ലക്ഷ്യം വരുമാനം മാത്രമല്ല, വരുമാനം ആവശ്യമാണ്, വരുമാനം മാത്രമല്ല, രാഷ്ട്രീയക്കാരുടെ ബാക്കിൽ പോകണമെങ്കിൽ ഒരുപാട് സ്ത്രീകൾ രാഷ്ട്രീയക്കാരുടെ ബാക്കിൽ പോയി വല്ലാത്തൊരു ഭയങ്കര ഉയർച്ചയ്ക്ക് പോയതായിരിക്കുന്ന സ്ത്രീകൾ ഒരുപാട്. നമ്മുടെ കർണാടകയിൽ ശോഭ കരന്ദാജെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെൻട്രൽ മന്ത്രിയാണ്, കേന്ദ്ര മന്ത്രിയാണ് ഇപ്പോൾ. ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് ഒരു ടൈപ്പിസ്റ്റായിരുന്നു നമ്മുടെ നാട്ടിൽ. എൻ്റെ നാട് പുത്തൂരാണ്. ആ പുത്തൂരിൽ ചെറുപ്രായത്തിൽ ആ സ്ത്രീ ഒരു ടൈപ്പിസ്റ്റായിരുന്നു ചെറിയൊരു ഓഫീസിൽ. അവിടുന്ന് വന്ന് എത്തിയത്, അത്രയും ഉയർച്ചയ്ക്ക് പോയത് ഇതുപോലെയുള്ള ഓരോ കാട്ടുകൂട്ടൽ കൊണ്ടാണ്. അതിനെ എത്തിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്ന ഓരോ ഏജൻറ്റുകളുണ്ട്. അതുപോലെ ഈ സ്ത്രീയെ ആരും കൂട്ടാക്കില്ല. അതാണ് ടെൻഷൻ ഇപ്പോഴും. ആത്മഹത്യ ചെയ്യാനും ഇതുപോലെയുള്ള കാര്യങ്ങളും എല്ലാവർക്കും ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ സ്ത്രീ ചെയ്യുന്നത്. ഈ സ്ത്രീയുടെ ഒരു 2 വാക്കുകളും നിങ്ങൾ കേൾക്കാം. വ്യക്തിയല്ല. ഇതേ സംഭവം തന്നെ ഞാൻ വീട്ടിലും പറഞ്ഞത്. ഉമ്മാൻ്റെ അടുത്തും വാപ്പാൻ്റെ അടുത്തും പറഞ്ഞു, എനിക്കൊരു വരുമാന മാർഗം മാത്രമാണ്. കാരണം ഇത് വരച്ചു കൊടുക്കുമ്പോൾ എനിക്ക് അതിലൂടെ വരുമാനം കിട്ടുന്നുണ്ട്. അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ അവർക്കത് എതിർപ്പില്ല. എൻ്റെ സ്വന്തം സഹോദരൻ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട ജോലി എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പറയുന്ന ഏറ്റവും മോശപ്പെട്ട ജോലിനെക്കാട്ടിലും മോശപ്പെട്ട തൊഴിലാണ് ഈ കൃഷ്ണനോര എന്ന് എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാ അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാൽ പോലും ഞാനൊരിക്കലും കണ്ണനെ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു വരുമാനമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലിയാണ്. അപ്പം ആരെങ്കിലും എന്തെങ്കിലും 10 വാക്ക് പറയുന്നതെന്ന് വെച്ച് നമ്മൾ ആരെങ്കിലും നമ്മുടെ ജോലി ഇട്ടേച്ച് പോവോ? എന്തൊരു ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു തൃപ്തി വേണം. ആ ഒരു തൃപ്തി എനിക്ക് ഈ ചിത്രം വരയ്ക്കുന്നതിൽ കിട്ടുന്നുണ്ട്. ഇതേ തൃപ്തി എന്ന് വെച്ചാൽ ഞാൻ വരച്ചു കൊടുക്കുന്ന ആൾക്കാർക്കും കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ എന്തിനീ ഈ ജോലി നിർത്തണം എന്നുള്ള ഒരു രീതിയിലായതുകൊണ്ട് ഞാനിപ്പോ മുന്നോട്ട് പോകുന്നു. ഈ ആരെന്ത് പറഞ്ഞാലും ഞാൻ വരയ്ക്കും. ഈ സഹോദരനെന്നല്ല, സഹോദരനെ കൊണ്ടാവുമ്പോലോ വര നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷെ ഞാൻ മുന്നോട്ട് പോകും. കാരണം മുന്നോട്ട് പോകാൻ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ പൂർണ്ണ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ എൻ്റെ ബാപ്പയും. ഞങ്ങളുടെ ഇസ്ലാം മതത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഭർത്താവിനെയും ബാപ്പനെയും നമ്മൾ എന്താ പറയാ ഉൾക്കൊള്ളണം എന്നാ.
ഇതാണ് സഹോദരന്മാരെ, ഈ സ്ത്രീനെ ആരും ഏറ്റെടുത്തില്ല, ഇതുവരെ ഏറ്റെടുത്തില്ല. 2-3 വർഷം ആയി എന്ന് തോന്നുന്നുണ്ട്. ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. കാരണം ഈ സ്ത്രീ 2 തോണിയിൽ കാല് വെച്ചത് കൊണ്ടാണ്. ഈ സ്ത്രീ കണക്ക് കൂട്ടിയത് അതല്ല. ഒരു മുസ്ലിം സ്ത്രീ ഇതുപോലെയുള്ള വേദിയിൽ പോകുമ്പോൾ, അതുപോലെ അമ്പലത്തിൽ പോകുമ്പോൾ, കണ്ണനെ എഴുതി ഇങ്ങനെ വിൽക്കുമ്പോൾ ഒരു നോട്ടഡായി ജനങ്ങൾ എന്നെ സ്വീകരിക്കും. അപ്പുറത്തെ ഭാഗത്തിൽ നിന്ന് മുസ്ലിമുകൾ ഇതുപോലെയുള്ള കാര്യത്തിന് അവർ ഇതുപോലെയുള്ള കാര്യത്തിലേക്ക് പോയാൽ അവഗണിക്കും മുസ്ലിമുകൾ. അത് പൊതുവെ അതൊരു രീതിയാണ്, അവഗണിക്കൽ. കൃഷ്ണനെ വരക്കാൻ ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ലേ? വേറൊരു മാർഗമില്ല ഈ സഹോദരിക്ക്. അതാണ് ചോദിക്കാനുള്ളത്. അപ്പോൾ ഈ സ്ത്രീയുടെ ലക്ഷ്യം വേറെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിവിൻ്റെ പരമാവധി രാഷ്ട്രീയക്കാരുടെ ബാക്കിൽ പോകാൻ നോക്കുന്നു. ആരെങ്കിലും ഏറ്റെടുത്ത് അല്പം ഉയർച്ചയിലേക്ക് കൊണ്ടുപോയാലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ സ്ത്രീ. അത് നടന്നു കിട്ടാത്താകുമ്പോഴാണ് കണ്ടവരുടെ പേരിലെല്ലാം കേസ് കൊടുക്കുകയും അതുപോലെ ആത്മഹത്യക്ക് ശ്രമിക്കുകയും. ഇതാണ് ഒരു ജനങ്ങൾക്ക് മൊത്തത്തിൽ സമൂഹത്തിൽ തന്നെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയാണ്. 2 തോണിയിൽ കാല് വെച്ച് നടന്നാൽ ഒരു കാര്യവുമില്ല, അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. തട്ടമിട്ട് പോയത് കൊണ്ട് ആരും അതിനെ മുസ്ലിമുകൾ കണക്കിലെടുക്കുകയില്ല. അതുപോലെ നിൻ്റെ കപട നാടകമുണ്ടല്ലോ, ഇതും മറ്റുള്ളവർ മനസ്സിലാക്കിയത് കൊണ്ട് നിനക്കൊരു പ്രയോജനം ഉണ്ടാകാൻ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. നമസ്കാരം.